ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടം എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിയാൽ 25% അധികം ലഭിക്കുമെങ്കിൽ കിഴിവ് എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരു പാക്കറ്റിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ഫ്രണ്ടിലായിട്ട് 25% അധികം ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്നാണ് നോക്കേണ്ടത്. 25 ഓപ്ഷനിൽ കിടപ്പുണ്ട്, അതല്ല ആൻസർ വരിക. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ കേസിലും ഏത് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീ ബൈ ടോട്ടൽ ഇൻറ്റു 100 തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്താ വരിക എന്ന് നോക്കിക്കേ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു ഫ്രീ ബൈ ടോട്ടൽ ഇൻറ്റു 100. ഇവിടെ ഫ്രീ എത്രയാണ്? 25 അല്ലേ? അപ്പോൾ 25 ബൈ ഇവിടെ എത്ര ഉപ്പ് പാക്കറ്റാണ് അല്ലേ? അപ്പോൾ എത്ര ഗ്രാം ആണ് എന്നൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് അത് 100 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ 100 ഗ്രാമിൻ്റെ കൂടെ എത്ര ഗ്രാമും കൂടെ കൂടി? 25% കൂടി എന്ന് വെച്ചാൽ 25 ഗ്രാം കൂടി എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ എന്തായിട്ട് എടുക്കുക? 100 പ്ലസ് 25 ഇൻറ്റു എത്രയാണ്? ഇൻറ്റു എന്ത് ചെയ്യുക? 100. സോ എന്ത് വരും? 25 ബൈ 100 പ്ലസ് 25 125 എന്ന് കിട്ടും, ഇൻറ്റു 100. 25 125 നമുക്ക് 25 ക്യാൻസൽ ചെയ്യാം അല്ലേ? 25 ഇൻറ്റു 5 ആണ് 125 എന്ന് പറയുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വലിയ നമ്പറിൻ്റെ അടുത്ത് എഴുതാവൂ. വലിയ നമ്പർ താഴെ ആയതുകൊണ്ട് താഴെ വേണം 5 എഴുതാൻ, മുകളിൽ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/5 ഇൻറ്റു 100 എന്ന് കിട്ടും. സോ 100/5 എത്രയാണ്? 20 അല്ലേ? 100/5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20% ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് 70% എത്രയാണ്? 20%. മനസ്സിലായോ? സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.